അമ്മേ പരിശുദ്ധമേ, ദേവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പ്രമക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഭക്തിയോടെ നമുക്ക് ഇന്നത്തെ ദിവസം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഈ പ്രാർത്ഥനയിലൂടെ അനേകം മക്കളെ കർത്താവ് ആശീർവദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നതിന് നന്ദി പറയുന്ന ഒത്തിരി പേര് സാക്ഷ്യം പറയുമ്പോൾ അതാ ദിവസങ്ങളിൽ നടക്കുന്ന ഡെയിലി ബ്രെഡിലൂടെ അവർക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെക്കുറിച്ച് അവർ പറയുന്നുണ്ട്. അത് കേൾക്കുന്നതിൽ സന്തോഷമുണ്ട്. ദൈവത്തോട് നന്ദി പറയുന്നു. അപ്പം അതുകൊണ്ട് വളരെ എഫിക്കസി ആയിട്ടുള്ളൊരു ഫലപ്രദമായിട്ടൊരു പ്രാർത്ഥനയാണിത്. ഇപ്പോൾ ഇതിൽ പങ്കെടുക്കുമ്പോൾ എപ്പോഴും നിങ്ങൾ കൃപാസനത്തിൻ്റെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുമ്പോൾ എത്ര നേരം പ്രാർത്ഥിച്ചു എന്നുള്ളതല്ല, കൃപാസനത്തിൻ്റെ ആസ്തിഭദ്രതയാണ് പ്രധാനപ്പെട്ട കാര്യം. 39 വർഷത്തെ ആണ് സുവിശേഷം. ഞാൻ അച്ഛനായി ആ പിറ്റേ കൊല്ലം തന്നെ കർത്താവിൻ്റെ പ്രത്യേക ശുശ്രൂഷ കർത്താവിനിക്ക് വെളിപ്പെടുത്തി തന്നു. സഭയുടെ പുനരുത്ഥാനത്തിന് വേണ്ടിയും നവീകരണത്തിന് വേണ്ടിയും
വിശുദ്ധീകരണത്തിന് വേണ്ടിയും ശക്തീകരണത്തിന് വേണ്ടിയും കുടുംബങ്ങളുടെ വിശുദ്ധീകരണത്തിന് വേണ്ടിയും ശക്തീകരണത്തിന് വേണ്ടിയും സുവിശേഷ സാക്ഷീകരണത്തിന് വേണ്ടിയും അത് കർത്താവ് അതാത് കാലങ്ങളിൽ അംഗീകരിക്കുകയും അത് കർത്താവ് ഏറ്റെടുക്കുകയും ദൈവം അവരോടുകൂടി സഹകരിച്ചു, അടയാളം കൊണ്ട് വചനം സ്ഥിരീകരിച്ചു എന്ന് പറഞ്ഞ പോലെ നല്ല കൃപാസനത്തിന് അപ്ഡേഷൻസ് അങ്ങനെ കിട്ടിയതാണ്. അതാണ് ദൈവം അത് ഞാൻ എപ്പോഴും പറയുന്നത്. നിങ്ങൾ ഈ കൃപാസനത്തിൻ്റെ ആധ്യാത്മിക അനുഭവങ്ങളിലെ പങ്കുകാരാകുമ്പോൾ തന്നെ നിങ്ങളുടെ മുമ്പിൽ കൃപാസനം ഒരു മാതൃകയാണ്. എന്ന് വെച്ചാൽ എങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിക്കാം, എങ്ങനെ സത്യസന്ധമായ ദൈവത്തിന് വേണ്ടി ജീവിക്കാം, എങ്ങനെയാണ് സുവിശേഷത്തിൻ്റെ വേല ചെയ്യണത്, എങ്ങനെയാണ് കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം ഭൂമി വീണതിന് മറുപടി പറയണത്, അതിലൂടെ ദൈവത്തിൻ്റെ പ്രീതിക്ക് പാത്രമായിട്ട് ദൈവത്തിൻ്റെ ഈ കാലഘട്ടങ്ങളിലുള്ള സ്വർഗത്തിൻ്റെ ഉപകരണമായി പ്രവർത്തിക്കുന്നത്. അങ്ങനെ ഓരോ വ്യക്തികളും ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് നടപടിയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അനുഗ്രഹങ്ങൾ ആഗ്രഹിക്കുക മാത്രമല്ല, ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ വേണ്ടിക്കുള്ളൊരു തീരുമാനം ഉണ്ടാകണമെന്നുള്ളതാണ് എൻ്റെ അഭ്യർത്ഥന. കർത്താവെ, അങ്ങയുടെ മക്കളെ പ്രേക്ഷിതരായി അങ്ങ് വളർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ദൈവവിളി സഭയിൽ ദൈവവിളി പ്രോത്സാഹിപ്പിക്കുവാനും ദൈവവിളിക്കായിട്ട് ഒരുങ്ങുന്നവരെ അതിലേക്ക് നയിക്കുന്ന രീതിയിൽ അങ്ങ് വലിയ അനുഗ്രഹങ്ങൾ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവവിളിയുള്ള ഇടങ്ങളും ദൈവവിളിക്കായി വന്നിട്ടുള്ളവരെ അതിൽ സ്ഥിരീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിൻ്റെ സഭയെ വളർത്താനും നയിക്കാനും ഭരിക്കുക എന്നതിനേക്കാൾ ഉപരി പരിചരിച്ചുകൊണ്ട് അതിനെ വളർത്താൻ കർത്താവെ നീ സഹായിക്കണം പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എല്ലാ ദൈവവിളികളും നീ ആശീർവദിക്കണമേ. ആരും കർത്താവെ കൊഴിഞ്ഞു പോകാതിരിക്കാനും അങ്ങ് വിളിച്ചവരെ എല്ലാവരെയും തന്നെ തിരഞ്ഞെടുക്കാനും ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഗർഭിണികളായിട്ടുള്ള മക്കൾ അവിടെ വയറ് കയറി വെച്ചുകൊണ്ട് അവരുടെ ഒരു കുഞ്ഞിനെ കർത്താവിന് കൊടുക്കാമെന്ന് തീരുമാനിച്ച അത് വലിയൊരു തീരുമാനമായിരിക്കും. അത് കാര്യം ദൈവവിളി എന്ന് പറയണത്, അതിൻ്റെ ഫലമെന്ന് പറയണത് ഈ ലോകത്ത് നമുക്ക് മനസ്സിലാകുന്നതിനേക്കാൾ ഇരട്ടി കർത്താവിൻ്റെ അടുത്ത് ചെല്ലുമ്പോഴാണ് നമുക്കത് മനസ്സിലാകണത്. നിങ്ങൾ ദൈവവിളിക്ക് വേണ്ടി പ്രോത്സാഹിപ്പിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ കാര്യങ്ങൾ, നിങ്ങൾ അലോസരപ്പെടുന്ന കാര്യങ്ങൾ, ഭാരപ്പെടുന്ന കാര്യങ്ങൾ ലഘുവായിട്ട് കർത്താവ് ചെയ്തു തരും. കർത്താവ്, അങ്ങയുടെ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. നിൻ്റെ തിരുമുറുവാർന്ന വലതുകരം അങ്ങയുടെ മക്കളുടെ ശിരസ് വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പ്രഭാതത്തിൽ ശനിയാഴ്ച അവരേറ്റെടുക്കുന്ന ഏറ്റെടുത്തിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ അവരാഗ്രഹിക്കുന്നതിനേക്കാൾ ഫലപ്രദമായി ചെയ്യാനും പൂർത്തിയാക്കാനും നിനക്ക് കഴിയും. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഇപ്പോൾ രോഗികളായിട്ടുള്ളവർ, ശരീരത്തിന് വൈകായിക തോന്നുന്നവരുണ്ട് കർത്താവേ, അവർക്ക് ഭാരം നിറയുന്നത്, ഒരു രോഗം വന്നിട്ട് ദിവസങ്ങളായിട്ട് മാറാതെ ഇത് മാറണില്ലല്ലോ കർത്താവേ എന്ന് വിചാരിച്ചുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റണില്ലല്ലോ എന്ന് ഓർത്തിട്ടുണ്ട്. നല്ല ദിനങ്ങൾ പാഴായി പോകുന്ന സങ്കടങ്ങൾ വിഷമിച്ചിരിക്കുന്നവരെ ഈ കുരിശുകൊണ്ട് ഞാൻ ആശീർവദിക്കുന്നു. കർത്താവ് നിങ്ങളുടെ രോഗങ്ങളെ എടുത്തു മാറ്റുകയും നിങ്ങൾക്ക് നല്ല ഓജസ് ലഭിക്കുകയും ചെയ്യട്ടെ. നീ എന്തെങ്കിലും കാര്യത്തിൽ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും വ്യക്തികളുമായിട്ട് ഇടപെടലുകളിൽ നീ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ കർത്താവ് നിന്നെ ഇപ്പോഴാശീർവദിക്കട്ടെ. കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മ സഞ്ചാരി മാതാവ് സമയത്തിൻ്റെ അധികാരി നിൻ്റെ സമയങ്ങളെ ആശീർവദിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നീ ഒരു നിർണായകമായ സമയം, ചിലപ്പോൾ കണ്ടുമുട്ടലിൻ്റെ സമയമാകാം, ചിലപ്പോൾ ഒത്തുതീർപ്പിൻ്റെ സമയമാകാം, ചിലപ്പോൾ ചർച്ച തീരുമാനമാകാൻ സമയമാകാം. നീ ആഗ്രഹിക്കുന്ന ചർച്ച തീരുമാനത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു അവസ്ഥയാകാം. ഒരു കാര്യം ദൈവത്തെ ഓർക്കുക, നിന്റെ ചെറുതും വലുതുമായ നിൻ്റെ സ്വകാര്യവും ജനകീയ കാര്യങ്ങളുമായ എല്ലാ കാര്യങ്ങളെയും ദൈവം ഹോണർ ചെയ്യുന്നുണ്ട്. പരിശുദ്ധ അമ്മ, അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇല്ലായ്മകളെല്ലാം ദൈവം അമ്മയിലൂടെ അഡ്രസ്സ് ചെയ്യുമെന്നുള്ളതാണ് സുവിശേഷത്തിൻ്റെ സുവിശേഷം എന്ന് പറയുന്നത്. അതുകൊണ്ട് എൻ്റെ മക്കളെ, പരിശുദ്ധ അമ്മ വഴി ഒരു കാര്യം ചോദിക്കാൻ നിങ്ങൾ ലജ്ജിക്കരുത്. നിങ്ങളുടെ ആവശ്യം എന്തെന്ന് സ്വർഗസ്ഥനായ പിതാവ് അറിയുന്നു എന്ന് പറഞ്ഞാലും ആ അറിവിൻ്റെ മേലെ ഒരു അക്കം കൊടുക്കാൻ വേണ്ടി അമ്മ ഒരു അനിവാര്യ ഘടകമാണ്. അമ്മേ, പരിശുദ്ധ അമ്മേ, ദേവമാതാവേ, ഇന്ന് ശനിയാഴ്ച അമ്മയുടെ ദിവസമായിട്ട് ഞങ്ങൾ ആചരിക്കുകയും അത് അമ്മയുടെ അരൂപിയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. കർത്താവേ, ഓരോ കാര്യങ്ങളിലേക്ക് ഞങ്ങൾ ബന്ധപ്പെട്ട് അമ്മയെപ്പോലെ
എലിസബത്തിനെ കാണാൻ ബന്ധപ്പെട്ട് പോയവരെ തിടുക്കത്തിൽ ഓരോ കാര്യങ്ങളിലേക്ക് പോകുന്നവരുണ്ട്. ഇന്ന് ശനിയാഴ്ച കണക്ക് തീർക്കേണ്ട ദിവസമാണ്. ജോലിക്കാർക്ക് കണക്ക് തീർക്കാൻ കാരണം കയ്യിലില്ലാതെ അവർക്ക് തരേണ്ടാവുള്ള തരുമെന്ന് വിചാരിച്ചുകൊണ്ട് സങ്കടപ്പെട്ടിരിക്കുന്നവരും, ജോലിക്കാരാണെങ്കിൽ ഭീഷണിയുടെ സ്വരത്തിൽ സംസാരിക്കുമ്പോൾ ഹൃദയം നൊന്തും പൊടിഞ്ഞൊക്കെ ഇരിക്കുന്ന ചെറുകിട വ്യാപാര വ്യവസായശാലകളിൽ ജോലി ചെയ്യുന്നവർ, അവരുടെ ഓണർമാരായിട്ടുണ്ട്. അവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, അവരെപ്പോഴും എല്ലാ പ്രാവശ്യവും ഇതുപോലെ സന്ധ്യയാകുമ്പോൾ വേദനിക്കേണ്ട അവസ്ഥ വരരുത് ഈശോയെ. അവർ സന്ധ്യയാകുമ്പോൾ സ്ഥിരമായിട്ട് വേദനിക്കുന്നവർ, തൊഴിൽ, പണം, കുടുംബം, ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന അവസ്ഥകൾ, സന്ധ്യയാകുമ്പോൾ സ്ഥിരമായി വേദനിക്കുന്നവരെ അങ്ങയുടെ തിരുസന്നിധിയെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവേ, എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അങ്ങയുടെ മക്കൾ ഇപ്പോൾ ഓൺലൈനിലുള്ളവർ, ഇത് എപ്പോഴാണ് പ്രാർത്ഥന കേൾക്കുന്നത് അപ്പോഴും ഓൺലൈനിലുള്ളവർ, കർത്താവ് എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കണം. ഈശോ, ഞാൻ അങ്ങയുടെ തിരുസന്നിധിയിൽ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വിശുദ്ധ പൗരോഹിത്യത്തിന് 39 കൊല്ലത്തെ ശുശ്രൂഷയ്ക്ക് അങ്ങയുടെ മുമ്പിൽ ഉള്ള വിലയുടെ അനുസരിച്ചുകൊണ്ട് അങ്ങയുടെ മക്കളുടെ കരുണ തോന്നണം. സർവ്വപരി ദൈവം കൃപാസനത്തിൽ ചൊരിഞ്ഞിട്ടുള്ള സ്വന്തം സ്ഥാപനം പോലെ, സ്വന്തം ശുശ്രൂഷ കേന്ദ്രം പോലെ ദൈവം അമ്മ മാതാവ് സഞ്ചാരി മാതാവ് സമയത്തിൻ്റെ അധികാരി കൃപാസനത്തിൻ്റെ അധ്യാപനം ആശ്രയിച്ച് ജീവിച്ച് ഓരോരോ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ അതാ സ്ഥലങ്ങളിൽ അമ്മയും കൂടെ അവരുടെ കൂടെ എത്തിക്കൊണ്ട് അവിടെ സ്വന്തം കാര്യം പോലെ ചെയ്യുന്നത് പോലെ ഇന്നീ പ്രാർത്ഥന കേൾക്കുന്ന എല്ലാ മക്കളുടെയും കാര്യങ്ങൾ അമ്മ ഏറ്റെടുക്കുകയും അമ്മയുടെ സ്വന്തം കാര്യം പോലെ ഇന്ന് സന്ധ്യയ്ക്കുള്ളിൽ ഈ വിഷയത്തിൻ്റെ മേൽ ദൈവിക തീരുമാനം ഉണ്ടാകാൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധനാമത്തിൽ ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു. പ്രൈസ്. തോബിത്തിന്റെ പുസ്തകം 14-ാം അധ്യായം 9-ാമത്തെ വാക്യം നോക്കുക. നിനക്ക് ശുഭം ഭവിക്കാൻ നിനക്ക് ശുഭം ഭവിക്കാൻ നിയമവും പ്രമാണങ്ങളും പാലിക്കുകയും നീതിയോടും കരുണയോടും കൂടെ വർത്തിക്കുകയും ചെയ്യുക. ശുഭം ഭവിക്കുക എന്നുള്ളത് നമ്മൾ ഈ ദിവസങ്ങളിലെ ആദ്യ ചൊവ്വാഴ്ചയും അനുദിന ഡെയിലി ബ്രെഡിലുമൊക്കെ നമ്മൾ കാണുന്നതാണ്. പക്ഷേ ഇതൊരു ചെറിയ സബ്ജക്റ്റ് അല്ല. അതായത് എന്താണ് ശുഭം എന്ന് പറയണത്? ദൈവം ഒരു വിഷയത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ആവശ്യപ്പെടുന്നതിനേക്കാളും കൂടുതൽ ദൈവം നൽകുന്നതാണ് ബൈബിളിൽ ശുഭം എന്ന് പറയുന്നത്. ഒരു വിശ്വാസി ദൈവത്തിൻ്റെ ദാനരീതികളെക്കുറിച്ച് മനസ്സിലാക്കണം. ദാനരീതികളെന്ന് പറയുന്നത് നമ്മളുടെ ഒരു ആവശ്യത്തിൻ്റെ പരിമിതികളിലാൽ പരിമിതപ്പെടുത്തുന്നതല്ലത്. ഇപ്പോൾ ഉദാഹരണത്തിന് എപ്പോഴും ദൈവം തരുന്ന കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെന്ത് ചെയ്തത്, നമ്മൾ ദൈവത്തിന് വേണ്ടി ചെയ്യുന്നത് എപ്പോഴും പിടിച്ചേ ചെയ്യത്തുള്ളൂ. അതാണ് നമുക്ക് വരുന്ന അബദ്ധം. ഞാൻ ഈ പ്രഭാതത്തിൽ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് അതുതന്നെയാണ്. കാര്യം ദൈവത്തിൻ്റെ മോഡ് ഓഫ് ഗിവിങ്ങും നമ്മളുടെ മോഡ് ഓഫ് പ്രെയറും തമ്മിൽ ദൈവം സമൃദ്ധമായി നൽകി. ഇപ്പോൾ ഉദാഹരണത്തിന് 6:38 എടുത്തേ, ലുക്കായുടെ സുവിശേഷം. കൊടുക്കുവിൻ നിങ്ങൾക്കും കിട്ടും. അതായത് നമ്മുടെ ഭാഗത്ത് നിന്ന് വരേണ്ടത് നോക്കിയേ, കൊടുക്കുവിൻ നിങ്ങൾക്കും കിട്ടും. അമർത്തി കുലുക്കി. ഇതിനെ കുറിച്ചാണ് പറയണത്. നമ്മൾ കൊടുക്കുന്നതിനെ കുറിച്ചാണ് പറയണത്. അത് വിശ്വാസമായാലും പ്രത്യാശയായാലും നമ്മൾ കൊടുക്കുന്നത്. പിന്നെ ക്യാഷ് ആൻഡ് കൈൻഡ് നമ്മൾ കൊടുക്കുന്നതിനെ കുറിച്ചാണ് പറയേണ്ടത്. കൊടുക്കുവിൻ, അപ്പോൾ കൊടുക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും. അതെ, അമർത്തി കുലുക്കി. അമർത്തി കുലുക്കി നിറച്ച് അളന്ന് അവർ നിങ്ങളുടെ മടിയിൽ ഇട്ടു തരും. എന്ന് വെച്ചാൽ എന്താ പ്രശ്നം വെച്ചാൽ എന്നിട്ട് പിന്നെ പറയുന്ന വാക്കുണ്ട്. എന്താണ്? നിങ്ങൾ അളക്കുന്ന, അത് വചനം വായിച്ച്, നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ. ഇതാണ് വെറുതെ ഇരന്ന് പണിപടിക്കാണ് നമ്മൾ. നിങ്ങൾ അളക്കുന്ന അളവ് കോല് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്ന് കിട്ടും. നിങ്ങൾ എന്ത് ചെയ്യും? കുർബാനയ്ക്ക് പോകുമ്പോൾ അച്ഛൻ പ്രസംഗം കഴിഞ്ഞിട്ട് പോകാമെന്ന് വയ്ക്കുക. അപ്പോൾ ദൈവം നിങ്ങളെ കുർബാനയെ അളക്കുകയാണ് അല്ലേ? കുടുംബ പ്രാർത്ഥന നിങ്ങൾ പറയും ഒരു ഗസ്റ്റും ചെല്ലിയാൽ മതി എന്ന് പറയും, അല്ലെങ്കിൽ പറയും നിങ്ങൾ വെളുപ്പിനെ ചെല്ലാമെന്ന് പറയും. അത് നിങ്ങൾ മാറ്റിവെക്കും. നിങ്ങൾ ഇന്ന് എങ്ങനെ ഈ രീതിയിലെത്തിയോ ഒന്ന് ചിന്തിച്ച് നോക്കിയേ. ഇത് ഗതികെട്ട പ്രേതം പോലെ ഇങ്ങനെ നടക്കുകയല്ലേ, ഒന്നും ചെയ്തിട്ട് ശരിയാകണില്ല. എന്താ? നിങ്ങൾ ദൈവത്തിന് പണി കൊടുത്ത് ജീവിച്ചിട്ടാണ്. നിങ്ങൾ അളക്കുന്ന അളവ് കോല് കൊണ്ട് തന്നെ കർത്താവ് ഞങ്ങൾക്ക് അളന്നു തരുമെന്ന് പറഞ്ഞില്ലേ? അത് നമ്മൾ അനുവർത്തിക്കുന്ന വചനങ്ങൾക്ക് ആനുപാതികമായിട്ടായിരിക്കും നമ്മുടെ അനുഗ്രഹം വരണത്.
അതാണ് ഈ ഉടമ്പടിയുടെ ഒരു എന്താണ് അത് മാത്തമാറ്റിക്സ് അതാണ്. അതായത് നിങ്ങൾ അളക്കുന്ന അളവുകോൽ കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്ന് കിട്ടുമെന്ന് ഈശോ പറഞ്ഞു. അത് ലുക്ക 6:38 അവസാനം പറഞ്ഞതാണ്. പക്ഷെ അത് തന്നെയാണ് ഈ തോബിത്തിൽ പറയണത്, 14:9 പറയണത്. എന്താണ്? നിങ്ങൾക്ക് ശുഭം ലഭിക്കാൻ ഭവിക്കാൻ നിങ്ങൾ പ്രമാണങ്ങളെ അനുസരിക്കുക. കർത്താവിൻ്റെ വചനം ഏത് തോതിൽ നമ്മൾക്ക് അതിൻ്റെ ആഴത്തിലും ഉയരത്തിലും നമ്മൾ ജീവിതത്തിൽ പ്രയോഗിക്കാൻ വേണ്ടി പരിശ്രമിക്കുകയോ അതിനാനുപാതികമായിരിക്കും നിങ്ങളുടെ ജീവിതം ശുഭമാക്കപ്പെടുക, കൃപയാക്കപ്പെടുക. പ്രൈസ് ദി ലോർഡ്. അത്യപൂർവ ദൈവാനുഭവങ്ങൾ